ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് ശങ്കരനാരായണനും അതുപോലെ ശ്രീകാന്ത് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ശങ്കരനാരായണൻ ഈ കാര്യങ്ങൾ മുഴുവനും അമ്മയോടും അതുപോലെ ഭാര്യയോടും ഒക്കെ പറയുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് നല്ല ടെൻഷനുണ്ട്. ശങ്കരേട്ട, എനിക്ക് നല്ല സംശയമുണ്ട്. മിക്കവാറും ആ വിക്രത്തെ പേടിച്ചിട്ടായിരിക്കും നമ്മുടെ മോള് ഏട്ടൻ വിളിച്ചിട്ട് വരാതിരുന്നത്. ഒരുപക്ഷെ ഇനി ഏട്ടനെ എങ്ങാനും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ അവൾക്ക് വന്നു കാണും. അതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മുടെ വർഷ അങ്ങോട്ടേക്ക് വരിക. അവൾ വന്നതും ഒരു വീഡിയോ എടുത്ത് ശങ്കരനാരായണനെ കാണിച്ചു. ഇത് കണ്ടോ, ഇത് മനഃപൂർവ്വം നമ്മുടെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തു കൂട്ടിയതാ. ഇപ്പൊ മൊത്തത്തിൽ വൈറലായിരിക്കുകയാണെന്നും പറഞ്ഞ് ആ വീഡിയോ എടുത്ത് ശങ്കരനാരായണനെ കാണിച്ചു. ഈ സമയമാണെങ്കിൽ ശങ്കരനാരായണ ആ വീഡിയോ കണ്ടതും ഇതെന്തൊക്കെ ഈ കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും ആ ഒരു വിവാഹം അത് ഭയങ്കരമായിട്ട് ഏതോ ഒരുത്തൻ പകർത്തിയിട്ട് വൈറലാക്കിയിരിക്കുകയാണ്. അങ്ങനെ കാമുകിയെ കല്യാണം കഴിക്കാൻ വേണ്ടി പുതിയൊരു തന്ത്രം മെനഞ്ഞതാണെന്നും വീട്ടുകാരെയൊക്കെ പൊട്ടന്മാരാക്കി ഇപ്പം അവൻ അവളെ സ്വന്തമാക്കി എന്നുള്ള രീതിയിലൊക്കെയാണ് വീഡിയോയുടെ ക്യാപ്ഷൻ വന്നിരിക്കുന്നത്. ഇത് കണ്ടതും ആ വീട്ടിലുള്ള എല്ലാവരും ശരിക്കും ഞെട്ടിയിരിക്കുക. മൊത്തത്തിൽ നമ്മുടെ കുടുംബത്തെ അപമാനിച്ചിരിക്കുകയാണല്ലോ. അറിയാത്ത ആൾക്കാർ കൂടി ഇപ്പൊ ഈ വിവരങ്ങൾ മുഴുവനും അറിയുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇവര് നല്ല ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പം ശങ്കരനാണെങ്കിൽ, അതെ ശ്രീകാന്തേ, നീ ഉടനെ തന്നെ ആ SI എന്നെ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞു. അപ്പം SI വിളിച്ചിട്ട് നമ്മുടെ വിക്രത്തിനെതിരെയുള്ള എന്തോ ചില കുരുട്ട പരിപാടികളാണ് ആശാൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വേദക്കുട്ടിയാണ്. വേദ വലിയ കാര്യത്തിന് വെജിറ്റബിൾ പുലാവൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പം ഈ ഒരു പുലാവ് എടുത്തിട്ട് അവൾ പ്ലേറ്റിലേക്ക് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ വളരെ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ട് അതൊരു പ്ലേറ്റിൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞതും ഞാൻ സമരം അവസാനിപ്പിച്ചു കേട്ടോ. ഞാൻ തനിയെ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിക്കാൻ തുടങ്ങി. അതുകൊണ്ട് മറ്റു ചില ആൾക്കാരൊക്കെ സമരം അവസാനിപ്പിച്ച് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ കമല ഒന്ന് നോക്കി. അമ്മയെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ വേദ ഒന്ന് ചിരിക്കും കൂടെ ചെയ്തപ്പം കമലയ്ക്ക് ഫുഡുമായിട്ട് ശ്രീജ അങ്ങോട്ട് വന്നു. അങ്ങനെ കമല അപ്പുറം ആ ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ വേദ നിലത്ത് അവൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ പ്ലേറ്റും ഒക്കെ ആയിട്ട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു വായെടുത്ത് വായിലേക്ക് വെച്ചതും ശരിക്കും എരിവ് കൊണ്ട് അവൾക്ക് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയായി. ഭഗവാനെ, അപ്പോഴാചാട്ടി ആലോചിക്കുന്നത് മുളക് പൊടി നല്ല കാര്യത്തിന് തട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാ തനിക്കിത് കഴിക്കാൻ പറ്റാത്തത്. ഇനി താൻ ഇത് കഴിച്ചില്ലെങ്കിൽ അമ്മ എങ്ങാനും കഴിക്കൽ നിർത്തി എഴുന്നേറ്റ് പോയാലോ? ആ ഒരു സങ്കടം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ആ എരിവ് മുഴുവനും നമ്മുടെ വേദ ഉള്ളിലാക്കുക. പുലാവ് അവളില്ലേ അവിടെ ഇരുന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ നന്ദിനിയാണെങ്കിലോ അപ്പുറം ഇപ്പുറം ഒക്കെ നിന്ന് നോക്കുക. ഈശ്വര, നല്ല പുലാവാണെന്ന് തോന്നുന്നു, കണ്ടിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട്, അപ്പൊ കഴിക്കാൻ നല്ല രസമായിരിക്കും. ഇവള് വലിയ പുള്ളിയാണെന്നാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുക. ഈ സമയമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയാണ് കേട്ടോ. വിക്രവും വിക്രത്തിന്റെ കൂട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് ഒരു ഉത്തനെ പിടിച്ച് നല്ലതുപോലെ അങ്ങ് ഇടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവൻ ചെയ്ത തെറ്റെന്താന്ന് വെച്ചാൽ ഒരു വീഡിയോ വൈറലായ കാര്യം പറഞ്ഞല്ലോ. ആ വൈറൽ വീഡിയോയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന കുബുദ്ധി അത് ഇവൻ്റെതാ. അപ്പം ഇവൻ്റെ യൂട്യൂബ് ചാനലിൽ റീച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവൻ ക്യാപ്ഷനൊക്കെ ഒന്ന് മാറ്റി പരിപാടി നടത്തിയതാണ് സംഗതി. അപ്പം ഇത് മുഴുവനും നമ്മുടെ വിക്രം കണ്ടുപിടിക്കുകയും ചെയ്തു. അവൻ്റെ യൂട്യൂബ് ചാനൽ ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കാടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രം കൂടി അങ്ങോട്ട് ചെല്ലുക. എൻ്റെ പൊന്നു സാറേ, ഇനി എന്നെ തല്ലരുതെന്നും പറഞ്ഞ് അവൻ നമ്മുടെ വിക്രത്തിന് മുന്നിൽ കൈകൂപ്പി നിൽക്കുക. ഈ സമയമാണെങ്കിൽ ഞങ്ങൾ കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്തിട്ടുണ്ട്, നീ പേടിക്കേണ്ട വിക്രമൻ. ഇവൻ അങ്ങനെ ഒരു കൊലച്ചത് ചെയ്തത് ഈ നാട്ടുകാർ മുഴുവൻ കാണുകയും ചെയ്തില്ലേ, ഇനി എന്ത് ചെയ്യും? ഇപ്പം തന്നെ ഈ വീഡിയോ ഡിലീറ്റ് ആക്കിയിരിക്കണമെന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് തന്നെ അത് ഡിലീറ്റ് ആക്കിച്ചു. എന്നിട്ട് അവൻ്റെ ചാനലിൽ റിപ്പോർട്ട് അടിക്കാനുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മുടെ വിക്രം അവനെ വിടുന്നത്. ഈ സമയം പുലാവൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ശ്രീജയ്ക്ക് ആണെങ്കിൽ മോള് നീ കഴിച്ചോ കേട്ടോ, നന്നായിട്ട് എന്തായാലും ഉണ്ടാക്കിയല്ലോ, വലിയ കാര്യമായെന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പം ദേഷ്യമായിട്ട് നമ്മുടെ നന്ദിനി അടുക്കളയിലേക്ക് പോയി. അപ്പം ഈ അടിച്ചുമാറ്റി തിന്നുന്ന ഒരു സ്വഭാവം നന്ദിനിക്കുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വേദ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുലാവ് കുറച്ചെടുത്തു. നല്ലതാണെന്ന് തോന്നുന്നു, നല്ല മണമൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിന്ന് 2 വായ എടുത്ത് വായിലേക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെച്ചതും എരിവ് കൊണ്ട് അവൾക്ക് ഒരു രക്ഷയില്ല.
ദൈവമേ ഇതാണോ അവള് തിന്നുന്നത്, മനുഷ്യന് എരിഞ്ഞിട്ട് വയ്യാന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ പോയി തുപ്പി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ്. അങ്ങനെ ഇവൾ ഈ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ വേദയ്ക്കും ഭയങ്കരമായിട്ട് ചിരി വരിക. എന്തായാലും ചേച്ചി എന്റെ കൈപ്പുണ്യം അറിഞ്ഞു കഴിഞ്ഞു, ആ ഒരു രീതിയിലൊക്കെ അവള് ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. പിന്നീടാണെങ്കിൽ നമ്മുടെ വേദയ്ക്കെതിരെയുള്ള ചില കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഈ വന്നിരിക്കുന്ന വീഡിയോ നമ്മുടെ നന്ദിനിയുടെ ഫോണിൽ കിട്ടുക. നന്ദിനി ഇത് കണ്ട പാടെ തന്നെ വേഗം തന്നെ ഇത് കൊള്ളാല്ല, അപ്പൊ ഇവനും കൂടി ചേർന്നുള്ള പരിപാടിയായിരുന്നു. എന്തായാലും ഈ വീട്ടിലുള്ളവരെ മുഴുവനും നാറ്റിക്കാനായിട്ട് ശങ്കരനാരായണനും മകളും കൂടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവൾ ആ വീഡിയോ എടുത്തുകൊണ്ട് വരുന്ന സമയത്താണ് ശ്രീജയുടെ കെട്ടിയവന് വേണ്ടിയിട്ട് ഒരു ജോലിയുടെ കാര്യം നമ്മുടെ വേദയുടെ അടുത്ത് സംസാരിക്കുന്നത്. അതെ, വിശ്വേട്ടൻ പണിക്ക് പോകാനൊക്കെ മടിയുള്ള കൂട്ടത്തിലാണല്ലോ, അതുകൊണ്ട് വേദമോള് വിചാരിച്ചാല് വിശ്വേട്ടന് പറ്റിയ ഒരു പണി കണ്ടെത്താൻ പറ്റില്ലേ? പറ്റും ചേച്ചി, അപ്പം മോൾ എങ്ങനെയെങ്കിലും ഒരു കാര്യം സെറ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ കെട്ടിയവനെക്കാട്ടിലും നല്ലൊരു ജോലി അവളുടെ കെട്ടിയവന് കിട്ടിയാലോ എന്നുള്ള ഒരു കുശുമ്പ് മൂലം ഇവൾ അവിടെ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക. ആ സമയം അവളുടെ ഭർത്താവ് അങ്ങോട്ട് വന്നു. ഇത് കണ്ടോ നിങ്ങൾ? ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അവളെ നമ്മളെ മൊത്തത്തില് നമ്മളെ നാറ്റിക്കുകയായിരുന്നു. അവളും അവനും കൂടി ചേർന്ന് എല്ലാ കള്ളത്തരവും ചെയ്തിട്ട് ഒന്നും അറിയാത്തവരെ പോലെ ഇവിടെ നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദിനി എല്ലാരെയും വീട്ടില് കമലയും അതുപോലെ ശ്രീജയും എല്ലാരെയും വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ വേദ കുളിയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരിക. അവള് വന്നതും എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, പ്രശ്നം ഉണ്ടാക്കാനാണല്ലോ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മനസമാധാനം കളയാനല്ലടി നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് നന്ദിനി വേദയുടെ മുഖത്ത് നോക്കി ചോദിക്കുക. അപ്പൊ വേദ പറഞ്ഞു, ചേച്ചി വിവരക്കേട് വിളിച്ച് പറയല്ലേ, നീ ആള് കൊള്ളാലോ, നീ ഈ വീട്ടിൽ വന്നതും പോരാഞ്ഞിട്ട് ഇപ്പം എനിക്ക് വിവരമില്ലെന്ന് പറഞ്ഞുണ്ടാക്കുകയാണോ? ചേച്ചി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ചേച്ചി എന്തായാലും എടുത്തു ചാടാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. ആ സമയമാണെങ്കിൽ ശ്രീജ പറഞ്ഞു, ഞാൻ പറയാം മോളെ. വേണ്ട വേണ്ട വേണ്ട, ശ്രീജേച്ചി പറയൊന്നും വേണ്ട, ഇവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞ് ആ വീഡിയോ എടുത്ത് നമ്മുടെ വേദയെ കാണിക്കുക നന്ദിനി. വീഡിയോ കണ്ടതും ശരിക്കും നമ്മുടെ വേദ ഒന്ന് ഷോക്കായി. ഇതെന്താ ഈ കാണുന്നത്? ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് നന്ദിനി വലിയ കാര്യത്തിനങ്ങ് കത്തിക്കയറ്. അന്നേരം നമ്മുടെ വേദ പറഞ്ഞു, അമ്മേ സത്യം പറഞ്ഞാല് ഇതില് എനിക്ക് യാതൊരുവിധ മനസ്സറിവും ഇല്ല, ഇതാരോ അപ്ലോഡ് ചെയ്ത സംഭവമാണ്, ഇതാരാ ചെയ്തതെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവളുടെ മനസാക്ഷിപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി ഇത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ നടക്കും, നിനക്കൊക്കെ ഇതൊക്കെ ചെയ്തു വെച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു വിശ്വ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാരും നമ്മുടെ വേദയുടെ മെക്കിട്ട് ചെല്ലുക. ആ സമയം മാഷ് അങ്ങോട്ട് വന്നു. ശരിക്കും മാഷ് ഈ കാര്യങ്ങൾ മുഴുവനും അറിഞ്ഞിട്ട് സങ്കടപ്പെട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പം അച്ഛൻ വന്നതും എന്ത് പറയാനാ കമലും, ഇനി ഉള്ള സമാധാനവും കൂടി നഷ്ടപ്പെട്ടു. നിന്റെ മോനുണ്ടല്ലോ നമ്മളെ മൊത്തത്തില് ഈ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവനാക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും കമല പറഞ്ഞു, അതിന് അവൻ വന്നിട്ട് ഒരു വാക്ക് അവനോട് ചോദിച്ചിട്ട് പോരെ നിങ്ങളൊരു തീരുമാനം എടുക്കുന്നത്? എന്തിനാ ഇനി അവനോട് ചോദിക്കുന്നത്? ഈ നാട്ടുകാർ മുഴുവനും പറയുന്നത് കേട്ടാ മതിയല്ലോ. നമുക്കിനി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമെന്നും അതും തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാഷ് വലിയ സങ്കടത്തിൽ നിൽക്കുക. അപ്പം വേദയാണെങ്കിൽ ഞങ്ങനായിട്ട് ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കില്ല, ഇതിനൊക്കെ ഞാനൊരു പരിഹാരം കണ്ടിരിക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ പവിത്രത്തിന്റെ വിശേഷത്തിലുള്ളത്. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക്